അപ്പോൾ ആരാണ് ഈ ശിവൻ? ശിവക്ഷേത്രത്തിൽ അരുമാനൂരിൽ ചെന്നാൽ അവിടെ നമുക്ക് ശിവനെ കാണാൻ സാധിക്കുക ശിവന്റെ രൂപത്തിൽ തന്നെയാണ്, അല്ലെങ്കിൽ ആ കിരാതമൂർത്തി ഭാവത്തിലാണ്. പാർവതി ദേവിയെയും നമുക്ക് കാണാൻ സാധിക്കുന്നത് കിരാതമൂർത്തി ഭാവത്തിൽ തന്നെയാണ്. അതിപ്പോൾ അത് കേരളത്തിലെ തന്നെ, ദക്ഷിണേന്ത്യയിലെ തന്നെ ഒരു അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് അരുമാനൂർ ക്ഷേത്രം. എന്നാൽ മറ്റ് ശിവക്ഷേത്രങ്ങളിൽ, പൊതുവായിട്ട് നമ്മൾ ശിവക്ഷേത്രങ്ങളിലൊക്കെ ചെന്നാൽ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ശിവലിംഗമാണ്, അല്ലേ? യോനിപീഠത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള ശിവലിംഗത്തെയാണ് കാണാൻ സാധിക്കുക. അപ്പം ഈ ലിംഗം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അടയാളം എന്നാണ്. അപ്പോൾ ഒരാളെ കണ്ടാൽ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്നത് എന്തോ അതാണ് ലിംഗം എന്നുള്ള പേര് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കാഷായവും അതോടൊപ്പം രുദ്രാക്ഷവും ജടയും ഒക്കെ കണ്ടാൽ നമുക്ക് ഒരാളെ തിരിച്ചറിയാൻ സാധിക്കും. അയാൾ ആരാണെന്ന് മനസ്സിലാവും, സന്യാസിയാണെന്ന് മനസ്സിലാവും. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആ കാഷായവും ജടയും രുദ്രാക്ഷവും ഒക്കെ അദ്ദേഹത്തിൻ്റെ ലിംഗമാണ്. ആ സന്യാസി എന്ന വ്യക്തിയെ തിരിച്ചറിയാനായിട്ടുള്ള ലിംഗമാണ്, അടയാളമാണ്. ലോഹയിട്ട കുരിശുമാല ധരിച്ച് ഒരാളെ കണ്ടാൽ നമുക്ക് മനസ്സിലാകും അദ്ദേഹം ഒരു ക്രിസ്തീയ വൈദികനാണെന്ന്. അപ്പം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആ ലോഹയും അദ്ദേഹം അണിഞ്ഞിരിക്കുന്ന മാലയും ഒക്കെ, ജപമാലയും, അദ്ദേഹത്തിൻ്റെ കയ്യിലേന്തിയിരിക്കുന്ന ജപമാലയും ഒക്കെ അദ്ദേഹത്തെ തിരിച്ചറിയാനായിട്ട് ഉപയോഗിക്കുന്ന അദ്ദേഹത്തിൻ്റെ ലിംഗമാണ്, അടയാളമാണ്. അതുപോലെ ശിവനെ തിരിച്ചറിയാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരടയാളം എന്ന നിലയ്ക്കാണ് ലിംഗാകൃതിയിൽ ശിവനെ ശിവക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. അപ്പം ഈ പ്രപഞ്ചത്തിനാധാരമായി നിൽക്കുന്ന സാക്ഷാൽ ബ്രഹ്മം തന്നെയാണ് ശിവൻ. അതിനെ ജ്യോതിർലിംഗം, ഇപ്പോൾ ശിവപുരാണമൊക്കെ പരിശോധിച്ചാൽ അതിനുള്ളിൽ ജ്യോതിസ്വരൂപനായി നിൽക്കുന്ന ആദിയും അന്തവുമില്ലാത്ത ഒരു രൂപമായിട്ട് ഈ പറയുന്ന എലിപ്സോയിഡൽ ഷേപ്പ് അഥവാ ഒരു അണ്ഡത്തിൻ്റെ ആകൃതിയിൽ നിൽക്കുന്ന ഒരടയാളമാണ് ഈ പരബ്രഹ്മത്തിൻ്റെ അഥവാ പ്രപഞ്ചത്തിനാധാരമായി നിൽക്കുന്ന പ്രപഞ്ചനാഥൻ്റെ രൂപം എന്നാണ് ഋഷിവര്യന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഇന്ന് ശാസ്ത്രീയമായി തന്നെ അത് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഈ പ്രപഞ്ചത്തിൽ ആകമാനം നിറഞ്ഞു നിൽക്കുന്ന ഊർജ രൂപത്തെ മുഴുവനായി എടുത്താൽ അതൊരു എലിപ്സോയിഡൽ രൂപത്തിൽ അഥവാ അണ്ഡത്തിൻ്റെ ആകൃതിയിൽ, അണ്ഡം എന്ന് പറഞ്ഞാൽ മുട്ടയുടെ ആകൃതിയെ, ജാമിതീയമായ ആകൃതിയെ നമ്മൾ വിളിക്കുന്ന പേര് എലിപ്സോയിഡൽ ആകൃതി എന്നാണ് വിളിക്കുക. അപ്പം ആ ജാമിതീയമായ രൂപം, പ്രപഞ്ചത്തിലെ ഊർജത്തിൻ്റെ ജാമിതീയ രൂപം, അത് എലിപ്സോയിഡൽ ഷേപ്പാണ് അഥവാ അണ്ഡാകൃതിയാണ് എന്ന് ഇന്ന് ശാസ്ത്രം തന്നെ പഠിപ്പിച്ചു തരുന്നുണ്ട് നമുക്ക്. എന്നാൽ പരന്ന പ്രപഞ്ചത്തെക്കുറിച്ചുമുള്ള പഠനങ്ങൾ നടക്കുന്നുണ്ട് എങ്കിൽ പോലും ഏറ്റവും അധികം ആളുകൾ കണ്ടെത്തിയിട്ടുള്ള കണ്ടെത്തലുകൾ ഇങ്ങനെ തന്നെയാണ്. പ്രപഞ്ചത്തിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഒരു മുട്ടയുടെ ആകൃതിയിലാണ് എന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് ഈ പ്രപഞ്ചത്തെ നമ്മൾ ബ്രഹ്മാണ്ഡം എന്ന് വിളിക്കാറുണ്ട്, അല്ലേ? അഖിലാണ്ഡം എന്ന് വിളിക്കാറുണ്ട്, അണ്ഡകടാഹം എന്ന് വിളിക്കാറുണ്ട്. എന്താ അതിന് കാരണം? ഈ അണ്ഡാകൃതിയിലാണ് പ്രപഞ്ചം നിലനിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പൊ ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ നിറഞ്ഞിരിക്കുന്ന, ത്രിപാദങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ, അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻപദം പുകഴ്ത്തുന്നു ഞങ്ങളങ്ങു ഭഗവാനേ ജയിക്കുക. അകവും പുറവും തിങ്ങി നിറഞ്ഞ് ഈ പ്രപഞ്ചത്തിന് മുഴുവൻ ആധാരമായി നിൽക്കുന്ന, ഈ പ്രപഞ്ചത്തെ മുഴുവൻ പ്രകാശിപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന, സ്വയം പ്രകാശിച്ചുകൊണ്ട് നിൽക്കുന്ന സാക്ഷാൽ പരബ്രഹ്മത്തിൻ്റെ, സാക്ഷാൽ പരമ്പൊരുളിൻ്റെ പ്രതീകമായിട്ട്, അടയാളമായിട്ട്, ഒരു സഗുണാരാധനാ ഭാവത്തിൽ ഈശ്വരാരാധന നടത്തുന്ന ഒരുവന് ഋഷിവര്യന്മാർ കാട്ടിത്തന്നിട്ടുള്ള ആകൃതിയാണ് ഈ ലിംഗാകൃതി അഥവാ അണ്ഡാകൃതി. ശിവലിംഗത്തിൻ്റെ രൂപം ഒരു വശം മാത്രമല്ല ഓവൽ ഷേപ്പിലുള്ളത്, അതിൻ്റെ രണ്ട് വശവും അങ്ങനെ തന്നെയാണ്. അതിനെ യോനി പീഠത്തിലാണ് പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. ആ പീഠം സാക്ഷാൽ പാർവതി ദേവി എന്ന് നമ്മൾ വിളിക്കുന്ന, പരാശക്തി എന്ന് വിളിക്കുന്ന, ഈ പ്രപഞ്ചത്തിൽ സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും നടത്തുന്ന സാക്ഷാൽ ശക്തിയുടെ പ്രതീകമാണ്. ഈ ബ്രഹ്മവും ശക്തിയും അഥവാ പ്രകൃതിയും പുരുഷനും കൂടി ചേരുമ്പോഴാണ് ഈ പ്രപഞ്ചം പൂർണ്ണമാകുന്നത്, ഈ പ്രപഞ്ചത്തിന് ഘടന ഉണ്ടാവുന്നത്, ഈ പ്രപഞ്ചത്തിന് ചലനമുണ്ടാവുന്നത്. അപ്പോൾ സാക്ഷാൽ ശക്തിയിൽ അധിഷ്ഠിതമായിട്ടിരിക്കുന്ന
പ്രപഞ്ചത്തിൻ്റെ നാഥനായ സാക്ഷാൽ പരബ്രഹ്മത്തെയാണ് ശിവലിംഗത്തിലൂടെ ആ പരബ്രഹ്മത്തിൻ്റെ അടയാളത്തെയാണ് ഋഷിവര്യന്മാർ നമുക്ക് കാണിച്ച് തന്നിട്ടുള്ളത്. അപ്പോൾ ആ സാക്ഷാൽ പരമ്പൊരുളിനെ, പ്രപഞ്ചത്തിൻ്റെ നാഥനായ സാക്ഷാൽ പരമ്പൊരുളിനെയാണ് മഹാഗുരു പ്രാപിക്കാൻ ആഗ്രഹിച്ചത്. ഈ തമിഴ് സിദ്ധർ പാടലുകളോട് ഇഷ്ടം വരാനായിട്ട് മറ്റൊരു കാരണം കൂടിയുണ്ട്. ഈ സിദ്ധർ പാടലുകളിലൊക്കെയും ഇവരിൽ പലരും അത്ര വിദ്യാഭ്യാസമുള്ള ആളുകളൊന്നും അല്ല. എന്നാൽ പോലും അവരവരുടെ സിദ്ധാനുഭൂതിയിൽ നിന്നുകൊണ്ട് ഈ സിദ്ധാനുഭൂതിയിലൂടെ കണ്ടെത്തിയ ഭഗവത് സ്വരൂപത്തിന് അണ്ടാകൃതി ആയതുകൊണ്ടായിരിക്കണം അവർ പ്രപഞ്ചത്തെ അണ്ട എന്ന വാക്കുകൊണ്ടാണ്, തമിഴ് സിദ്ധന്മാരുടെ പാടലുകളിലൊക്കെ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്, അണ്ട എന്ന വാക്കുകൊണ്ടാണ് പ്രപഞ്ചത്തെ അവർ വിശേഷിപ്പിച്ചിട്ടുള്ളത്. ശരീരത്തെ പിണ്ട എന്ന വാക്കുകൊണ്ടുമാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെയാണ് തൃപ്പാദകൾ നമുക്ക് ഒരു കൃതി രചിച്ച് തന്നപ്പോൾ ശരീരത്തെ ഈ ലോകത്തേക്ക് പറഞ്ഞു വിട്ട, നമ്മുടെ ശരീരത്തെ ഈ ലോകത്തേക്ക് പറഞ്ഞു വിട്ട സാക്ഷാത് പരമ്പൊരുളിനോട് നന്ദി അർപ്പിച്ചുകൊണ്ട് തൃപ്പാദങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ ആ കൃതിക്ക് പിണ്ട നന്ദി എന്ന പേര് കൊടുത്തത്. ഗർഭത്തിൽ വച്ചു ഭഗവാൻ അടിയന്റെ പിണ്ടം എപ്പേരും അൻപൊടു വളർത്ത കൃപാലുവല്ലീ കൽപ്പിച്ച പോലെ വരുമെന്നു നിനച്ചു കണ്ടിട്ട് അർപ്പിച്ചിടുന്നടിയനൊക്കെയും അങ്ങു ശംഭോ. മണ്ണും ജലം കനലും അമ്പരമോടു കാറ്റും എണ്ണിപ്പിടിച്ചറയിലിട്ടെരിയും കൊളുത്തി ദണ്ഡപ്പെടുത്തുമൊരു ദേവതയിങ്കൽ നിന്നൻ പിണ്ടത്തിനമൃതു നൽകി വളർത്ത ശംഭോ. ഈ ശരീരം ഒരു ജീവനായി ഈ ലോകത്തേക്ക് ഉടലെടുത്തതെന്ന് എങ്ങനെയെന്ന് ഇത്രയും ലളിതമായിട്ട് പറഞ്ഞു തന്നിട്ടുള്ള ഒരു മഹാഗുരുവുമില്ല. തമിഴ് സിദ്ധന്മാരുടെ പാടലുകളോടുള്ള ഗുരുവിൻ്റെ ആ ഒരു താല്പര്യത്തിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. ഈ പ്രപഞ്ചത്തിന് ആധാരമായിട്ടുള്ള സത്തയെക്കുറിച്ച് ധാരാളം ഗുരുക്കന്മാർ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിലും അതൊക്കെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കീറാമുട്ടിയാണ്. എന്നാൽ സാധാരണക്കാരൻ്റെ ഭാഷയിലാണ് ഈ സിദ്ധന്മാരും പാടലുകൾ നടത്തിയിട്ടുള്ളത്. ശ്രീനാരായണ ഗുരുവും ഈ സത്യം, പ്രപഞ്ച സത്യം സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ നമുക്ക് വായിച്ചാലും മനസ്സിലാകാത്ത ഒരു വാക്ക് പോലും ഇല്ല അല്ലേ. ഗർഭത്തിൽ വച്ചു ഭഗവാൻ അടിയന്റെ പിണ്ടം എപ്പേരും അൻപൊടു വളർത്ത കൃപാലുവല്ലി. ഒരു വ്യാഖ്യാന പുസ്തകത്തിൻ്റെ ആവശ്യമുണ്ടോ പിണ്ടം നന്ദി പഠിക്കാൻ? 4-5 മാസം ഒരുപോൾ നയനങ്ങൾ വച്ചു കാലന്റെ കയ്യിലണയാതെ വളർത്തിനിയേ. കാലം കഴിഞ്ഞു കരുവിങ്കലിരുന്നു ഞാൻ അക്കാലം നിനച്ചു കരയുന്നിതു കേൾക്ക ശംഭോ. 4-5 മാസം ഒരുപോൾ നയനങ്ങൾ വച്ചു കാലന്റെ കയ്യിലടയാതെ വളർത്തിനിയെ. കണ്ണടച്ച് പിടിച്ച് പാടി അറിയാതെ നമ്മൾ കരഞ്ഞു പോകും അല്ലേ. ഭഗവാന്റെ ആ ഒരു കാരുണ്യാതിരേകം എത്ര വലുതാണെന്ന്, ഈശ്വരൻ്റെ കാരുണ്യാതിരേകം എത്ര വലുതാണെന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഗുരുവിൻ്റെ വരികളാണ്. 5-4-9 മാസം ഒരുപോലെ കണ്ണിമ വെട്ടാതെ എന്നെ നോക്കിക്കൊണ്ട് വളർത്തി വലുതാക്കി ഈ ഇരിക്കുന്ന ഞാനാക്കി മാറ്റിയത് നീയാണല്ലയോ ഭഗവാനെ എന്ന് അല്ലേ. എപ്പോഴെങ്കിലും ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന അവസരത്തിൽ നമ്മൾ അറിയാതെ ഗുരുവിൻ്റെ ഈ വാക്കുകളെക്കുറിച്ച് ഓർത്തു പോകും. മഹാഗുരു പഠിപ്പിച്ചു തന്നിട്ടുള്ള ഈ വാക്കുകളെ ഇനി ഓർത്തില്ലെങ്കിൽ കൂടി നമ്മൾ ഓർക്കണം. ഈശ്വരൻ്റെ കാരുണ്യം എത്രമേൽ നമ്മുടെ മേൽ പതിഞ്ഞിട്ടുണ്ടെന്ന് മഹാഗുരു നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു മഹാസ്തുതിയാണ്, ഒരു സ്തോത്രത്തിൻ്റെ രൂപത്തിലാണ്. ഇതിലിങ്ങനെ പല്ലവി ആവർത്തിച്ച് വന്നിട്ടുണ്ട്, ശംഭോ ശംഭോ എന്ന്. കാരണം ഇത് സാധാരണക്കാരൻ പഠിക്കണമെന്ന് ഗുരുവിന് അറിയാമായിരുന്നു. അപ്പം ഇത് ശംഭുവിനോട് തൃപ്പാദങ്ങൾ പറഞ്ഞിട്ടുള്ളത് മലയാള ഭാഷയിലെ ഏറ്റവും പ്രസാദാത്മകമായ ഒരു വൃത്തത്തിലൂടെയാണ്.